കഷ്ടങ്ങൾ എന്നുള്ള വിഷയം എടുത്തു. ഇന്ന് ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ചുള്ള ചില ഭാഗങ്ങൾ നാം ചിന്തിക്കുവാൻ പോവുകയാണ്. സഭയെക്കുറിച്ചുള്ള മുഴുവൻ വിഷയവുമല്ല, എന്നാൽ നമ്മൾക്കിപ്പോൾ അത്യാവശ്യമായിരിക്കുന്നത് ഇന്ന് ദൈവജനങ്ങൾ പൂർണ്ണ ശ്രദ്ധ കൊടുക്കാതിരിക്കുന്ന ചില ഭാഗങ്ങൾ നാം ശ്രദ്ധിക്കുവാൻ പോവുകയാണ്. From now onwards we are going to study the subject Church of God. We are not going to study the whole subject of Church of God, but we are going to study the certain areas which the saints are neglecting these days and which is very important also. Those things we are going to study. ദൈവമക്കൾ ശ്രദ്ധ കൊടുക്കാതിരിക്കുന്നതും എന്നാൽ വളരെ അത്യാവശ്യമായ വിഷയങ്ങൾ മാത്രമാണ് ദൈവസേവകത്വം പഠിക്കുവാൻ പോകുന്നത്. റോമാലേഖനം 12:5. റോമാലേഖനം 12:5. Romans chapter 12 verse 5. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. So we be many are one body in Christ and everyone members one of another. Once again I read. So being many are one body in Christ and everyone members one of another. മലയാളത്തിൽ ഒന്നുകൂടെ വായിച്ച. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. നാം പല കുടുംബങ്ങളിൽ പാർക്കുന്നു, പല കൂട്ടായ്മകളിൽ, പെന്തക്കോസ്തിൻ്റെ തന്നെ പല വിഭാഗങ്ങളിൽ കഴിയുന്നു, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റായിട്ട്. എന്നാലും ഒരു ശരീരമാണ്. തൃശ്ശൂരിൽ ഒരു ശരീരമാണ്. എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ഈ വിഷയം ആഴത്തിലേക്ക് നമ്മൾ പഠിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ലെറ്റ്സ് പ്രേ. കർത്താവേ, നിൻ്റെ ശരീരമാകുന്ന സഭയിൽ ഓരോരുത്തരെ തമ്മിൽ അവയവങ്ങളാകുന്നു എന്നുള്ളതായ കാര്യം ഈ കാലങ്ങളിലായി ചിന്തിക്കാതെ ഇരിക്കുമ്പോൾ, അതിനുവേണ്ടി വില കൊടുക്കാതിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമെന്തെന്ന് ആഴത്തിൽ ഗ്രഹിപ്പാൻ ഏഴകളാകുന്ന ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവിൻ്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇതിന് എഫേസ്യ ലേഖനം 5:23 വായിച്ചാട്ടെ. Ephesians 5:23. എഫേസ്യ ലേഖനം 5:23. ക്രിസ്തു ശരീരത്തിന് രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. For the husband is the head of the wife, even as Christ is the head of the church. So Jesus Christ is the head of the church. ദൈവസഭയുടെ ശരീരമായി പറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ തലയായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. Colossians 1:18. കൊലോസ്യ ലേഖനം 1:18. കൊലോസ്യ ലേഖനം 1:18. Colossians 1:18. അവൻ സഭ എന്ന ശരീരത്തിന് തലയുമാകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരിടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. And he is the head of the body, the church, who is the beginning, the firstborn from the dead, that in all things he might have the preeminence. ഇവിടെ നാം വായിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ശരീരത്തിൻ്റെ തലയായി നിൽക്കുന്നു. നാം എല്ലാവരും അവൻ്റെ ശരീരമായി നിൽക്കുകയാണ്. ഇതിൻ്റെ കൂടെ എബ്രായ ലേഖനം 10:12-13. Hebrew chapter 10 verse 12 and 13. എബ്രായ ലേഖനം 10:12-13. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. But this man, after he had offered one sacrifice for sins forever, sat down on the right hand of God, from henceforth expecting till his enemies be made his footstool. ഒന്നുകൂടെ മലയാളത്തിൽ വായിച്ചാട്ടെ. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട്
തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. കാണിച്ചിരിക്കുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ച്. ഇവിടെ കാണിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ആ ശരീരത്തിൻ്റെ തലയായി നിൽക്കുന്നു. ഇത് യേശു ക്രിസ്തു ആ തലയുടെ ആ ശരീരമായി നിൽക്കുന്നു. ഇത് സാത്താനെ അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു സാത്താനെ ജയിച്ചു. എന്നാൽ അവനെ കാൽ കീഴാക്കേണ്ടത് ശരീരമാകുന്ന സഭയാണ്. യേശു ക്രിസ്തു സാത്താനെ ജയിച്ചെങ്കിലും കാൽ കീഴാക്കേണ്ട ഉത്തരവാദിത്തമാരുടെയാണ്? സഭ, അവൻ്റെ ശരീരമാകുന്ന സഭ. അതിനുവേണ്ടി കർത്താവ് എന്തു ചെയ്യുകയാണ്? കാത്തിരിക്കുകയാണ്. തല തകർത്ത ശേഷം, അഥവാ അവൻ്റെ ഹെഡ്ഷിപ്പ് തകർത്ത ശേഷം സാത്താനെ കാൽ കീഴാക്കുന്നതിന് വേണ്ടി കർത്താവ് കാത്തു നിൽക്കുകയാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ് ബോഡി, ആൻഡ് ദിസ് ബോഡി ഈസ് ദ ചർച്ച് ഓഫ് ഗാഡ്. ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ഹാസ് ഓവർകം Satan. Now he is waiting his body, the church of God, bring the enemy under their feet. So, body of Christ, you and me are the body of Christ, and it's our responsibility is to bring the enemy under our feet. ഇവിടെ ഈ നിങ്ങൾക്കൊരു അസ്ഥിഭഞ്ജനം പോലെ കാണുന്നത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. നാം എല്ലാവരും റോമാലേഖനം 12:5 വീണ്ടും വായിച്ചു. റോമൻസ് 12:5. റോമൻസ് 12:5. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ഈ ചാർട്ടിലേക്ക് നോക്കിയാൽ എത്ര അസ്ഥികഷ്ണങ്ങൾ ചേർന്നാണ് ഒരു ശരീരമായിരിക്കുന്നത്. ഉദാഹരണമായി നമ്മുടെ ഈ കൈ ഒന്നെടുത്ത് നോക്കിയാൽ ഈ കയ്യിൽ തന്നെ എത്ര അസ്ഥികഷ്ണങ്ങളുണ്ട്. ഒരു വിരലിൽ തന്നെ 3 അസ്ഥികഷ്ണങ്ങളുണ്ട്. അങ്ങനെ അനേക അസ്ഥികഷ്ണങ്ങൾ ചേർന്നാണ് ശരീരം ആകുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും ഈ ശരീരത്തിൻ്റെ ഓരോ അസ്ഥികഷ്ണങ്ങളാണ്. അങ്ങനെയാണ് നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായിത്തീരുന്നത്. അപ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിച്ച് നമുക്ക് എത്രമാത്രം ഉയർന്ന പദവിയാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് നാം അറിയണം. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച വിഷയങ്ങൾ 1-2 വിഷയങ്ങളെ കുറിച്ച് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടി നമുക്ക് പോകാം. ദ തിങ്സ് വിച്ച് വി ഡിസ്കസ്ഡ് ദി അതർ ഡേ വിൽ ജസ്റ്റ് ഗോ ക്വിക്ക്ലി. കർത്താവ് നമുക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? 1 എഫേസ്യ ലേഖനം 2-ാം അധ്യായം എടുത്താൽ, എഫേഷ്യൻസ് 2-ാം അധ്യായത്തിൽ ദൈവം നമ്മൾക്ക് എന്തുവേണ്ടി ചെയ്തു, എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഒന്ന് പെട്ടെന്ന് ഓർക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 2 അതിൻ്റെ 12 മുതൽ 19 വരെ വായിച്ചാൽ, എഫേഷ്യൻസ് ചാപ്റ്റർ 2 12-19, വാട്ട് ഓൾ ജീസസ് ക്രൈസ്റ്റ് ഹസ് ഡൺ ഫോർ us. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നെന്ന് ഓർത്തുകൊള്ളുവീൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായി ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നേർപ്പിപ്പാനും തന്നെ അവൻ വന്നു ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ഇവിടെ നാം വായിക്കുന്നത് ആരംഭം 1 മുതൽ 12 മുതൽ തുടങ്ങിക്കാണ്.
അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. Who were we before? We were without God. We were bowing down before gods and goddesses, but later on we came to know that they were not real gods and goddesses. We were fooled, but God opened our eyes to know who is the real God. നമ്മൾക്ക് ഇതിനു മുൻപ് ദൈവം ആരെന്ന് അറിയാതിരുന്നപ്പോൾ മറ്റുള്ളവരെല്ലാവരും പറയുന്നതനുസരിച്ച് കുമ്പിട്ടുകൊണ്ടിരുന്നു. എന്നാൽ ദൈവം നമ്മുടെ കണ്ണുകൾ തുറന്ന് ദൈവം ആരാണെന്ന് അറിയുവാനുള്ളതായ ഭാഗ്യം നമുക്ക് നൽകി. ഇന്ന് ലോകത്തിൽ ഉള്ള ഭൂരിപക്ഷം പേർക്കും ദൈവം ആരാണെന്ന് അറിഞ്ഞുകൂടാ. 98% ആളുകൾക്കും ദൈവം ആരാണെന്ന് അറിഞ്ഞുകൂടാ. ഇൻ ദ വേൾഡ് ടുഡേ more than 98% people do not know who is God. ദൈവം ആരാണെന്ന് അറിഞ്ഞുകൂടാ. ഏതെല്ലാം ശക്തിയെ കണ്ടാൽ അവിടെല്ലാം അവർ മുട്ടുമടക്കുകയാണ്. Wherever they find some powers, they bow down and worship, not knowing God. It's the greatest thing God has given for us is He has opened our eyes to know the great God. യെശയ്യാവിൻ്റെ പുസ്തകം 1-2-3 വായിച്ചായിട്ട്. The book of Isaiah, chapter 1, verse 2 and 3. Book of Isaiah, chapter 1, verse 2 and 3. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യെശയ്യാവ് chapter 1, verse 2 and 3. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടിയും അറിയുന്നു. മനുഷ്യർ തങ്ങളുടെ ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല. എവിടെയെങ്കിലും മുട്ടുകുത്താൻ പറഞ്ഞാൽ അവിടെ മുട്ടുകുത്തുന്നു. എന്നാൽ വലിയവനായ ദൈവം നമ്മൾക്ക് കൃപ തന്ന് സത്യദൈവത്തെ കണ്ടുമുട്ടുവാൻ, തിരിച്ചറിയുവാനുള്ള ഭാഗ്യം ലഭിച്ചു. See, here we read verse Isaiah chapter 1, verse 2 and 3. Hear, O heaven, and give ear, O earth, for the Lord hath spoken. I have nourished and brought up children, and they have rebelled against me. The ox knows his honor, and the ass his master's skill, but Israel doth not know, my people doth not consider. People bow down everywhere. Wherever they see, where they hear some power, they bow down. But they did not recognize true God. But God has given us the grace to recognize true God. That is the greatest thing. നമ്മൾക്ക് ലഭിച്ച ഏറ്റവും വലിയ കാര്യം ഏതാണ്? നമ്മുടെ ദൈവത്തെ തിരിച്ചറിയുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. കാള തൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത തൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടി അറിയുന്നു. എന്നാലും ജനം എന്ത് ചെയ്യുന്നില്ല? അവരെന്താ ചെയ്യുന്നത്? അവരുടെ കാര്യങ്ങൾ എവിടെ നടക്കും, എവിടെ മുട്ടുകുത്തിയാൽ, എവിടെ പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കും, ഞങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ നടക്കും, ആ കാര്യങ്ങളെ, ആ ശക്തികളെ ദൈവങ്ങളായി കരുതി ഇന്ന് ലോകത്തിലുള്ള 98% പേരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. More than 98% of the people of the world do not know their God. Wherever their needs are met, they consider they are gods. Ox knows its honor. It's an animal, it knows honor. Ass is the we call the ass without no mind, foolish. Foolish ass also recognize his master's grip. But educated people do not know who is their God. Wherever they get something, they bow down. കാള തൻ്റെ യജമാനെയും കഴുത തൻ്റെ
പുൽത്തൊട്ടിയും അറിയുന്നു. എന്നാൽ പഠിപ്പുള്ളവർക്ക് പോലും, ഇത്ര പഠിപ്പും ജ്ഞാനമുള്ളവർക്ക് പോലും അവരുടെ ദൈവം ആരാണെന്ന് അറിയുവാൻ കഴിയുന്നില്ല. എന്നാൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് വീട് കിട്ടിയില്ലെങ്കിലും താമസിപ്പാൻ സ്ഥലമില്ലെങ്കിലും പട്ടിണിയാണെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെട്ട് വലിയവനായ ദൈവം ആരാണെന്ന് തിരിച്ചറിയുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിച്ചു. ഇന്ത്യയുടെ പ്രസിഡന്റിന് ഇതുവരെ അറിയത്തില്ല ആരാണ് ദൈവമെന്ന്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ആരാണ് ദൈവമെന്ന് അറിഞ്ഞുകൂടാ. വലിയ വലിയ ആളുകൾക്ക് ദൈവം ആരാണെന്ന് അറിയാതിരിക്കുമ്പോൾ ഇളയവരാകുന്ന നമ്മൾക്ക് ദൈവത്തെ തിരിച്ചറിയുവാനുള്ള ലഭിച്ച ഭാഗ്യം ഓർത്താൽ അതെത്ര വലിയ ഭാഗ്യമാണ്. നിനക്കൊന്നും ലഭിച്ചില്ല എങ്കിലും ദൈവത്തെ തിരിച്ചറിയുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചല്ലോ. ഈ ലോകത്തിലുള്ള സമ്പത്തുകളോ സ്ഥാനങ്ങളോ എല്ലാം അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇത് പെട്ടെന്നങ്ങ് കഴിയുന്നതാണ്, പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. ചില ഡ്രാമ നടക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും. ഡ്രാമ നടക്കുമ്പോൾ ചിലർ നായകനും ഒരാൾ നായികയായിട്ടും അഭിനയിക്കും. അപ്പോൾ നായികയായി അഭിനയിക്കുന്ന വ്യക്തി തനിക്കുള്ളതെല്ലാം ചെലവ് ചെയ്ത് നല്ല പോലെ നായികയായിട്ടങ്ങ് അഭിനയിക്കും. എല്ലാവരും കൈകൊട്ടും. ഓ, നാടകം നല്ലതായിരുന്നു, കാണുവാൻ വളരെ ഭംഗിയായിരുന്നു. 3 മണിക്കൂറത്തെ നാടകം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, കർട്ടൻ വീണ് കഴിഞ്ഞാൽ നായകൻ അവൻ്റെ പല സ്ഥലത്തേക്കും നായിക അവളുടെ സ്ഥലത്തേക്കും പോകും. അപ്പോൾ നായിക പറയുകയാണ്, നോക്ക് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് നാടകം, എൻ്റെ സകലതും വിറ്റാണോ. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് പറയും, ഇതൊരു നാടകമായിരുന്നു, ഇതൊരു ഡ്രാമ ആയിരുന്നു, ഇനി നീ നിൻ്റെ സ്ഥലത്തേക്ക് പോകും, ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് പോകും. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം അതുപോലെ ഉള്ളൂ. ഇത് 3 മണിക്കൂറല്ല, 75 വയസ്സ്, 80 വയസ്സ്, 100 വയസ്സ്. അത് കഴിഞ്ഞ് ഓരോരുത്തരും അവരുടെ സ്ഥാനത്ത് എത്തിച്ചേരണം. അപ്പോൾ എവിടെ എത്തിച്ചേരണം എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ അവരുടെ ദൈവത്തെ തിരിച്ചറിയണം. നമ്മുടെ ദൈവത്തെ തിരിച്ചറിയുവാൻ ലഭിച്ച ഭാഗ്യം ഏറ്റവും പാവപ്പെട്ടവളാണ്. ഒരിക്കൽ പോലും സ്കൂളിൽ പോയിട്ടില്ല, ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലെങ്കിലും നിൻ്റെ ദൈവത്തെ നിനക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞുവെങ്കിൽ അതിൽ വലിയ ഭാഗ്യമോ വേറൊന്നുമില്ല. അതെപ്പോഴും മനസ്സിലാക്കണം. ഒന്ന്, നാം നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ട് ദൈവത്തെ തിരിച്ചറിയുവാൻ ദൈവം ഇടയാക്കി. ഇനി എഫെസ്യർ 2-ാം അധ്യായത്തിൽ വീണ്ടും വന്നാട്ട് 12 അതിൻ്റെ കീപ്പോട്ട് വായിച്ചാൽ, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. മുൻപേ ദൂരത്തായിരുന്നു, സമീപസ്ഥരായി തീർന്നു. എങ്ങനെയാ സമീപസ്ഥരായി തീർന്നത്? അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായി ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. രണ്ടാമത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള വേർപാടായിരുന്നത് പാപം എന്നതാണ്. പാപമാകുന്ന വലിയ വേർപാട് ചുവര്, ഭിത്തി നമ്മൾക്കും പരിശുദ്ധനായ ദൈവത്തിൻ്റെ മധ്യത്തിലുണ്ടായിരുന്നു. ഈ ലോകത്തിൽ അനേക പണ്ഡിതന്മാർ വന്നു, ജ്ഞാനികൾ വന്നു, തത്വജ്ഞാനികൾ വന്നു. അവർക്കാർക്കും ദൈവത്തോട് നിരപ്പിക്കുവാൻ കഴിവുള്ള ആ വേർപാടിന് നടിച്ചുവരെ തകർക്കുവാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി വന്ന് നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് ദൈവവും മനുഷ്യനും മധ്യത്തിലുണ്ടായിരുന്ന വേർപാടിൻ്റെ പാപത്തിൻ്റെ നടിച്ചുവരെ തകർത്ത് നമുക്ക് വാതിൽ തുറന്നു തന്നു. ഇപ്പോൾ നമുക്ക് ദൈവത്തിങ്കിലേക്ക് കടന്നു പോകുവാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. അതെത്ര വലിയ ഭാഗ്യമാണ്. ആദാമിൻ്റെ സമയത്ത് വേർപെടുത്തപ്പെട്ടതായ ആ വേർപാടിൻ്റെ നടിച്ചുവര് യഹോവയായ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങളെ തൻ്റെ മേലെടുത്ത ആ വേർപാടിൻ്റെ നടിച്ചുവര് തകർത്ത് കളഞ്ഞു. See, the second thing what God has done for us, first man was created in the likeness of God. He committed sin and separated from God. So there's a big wall of partition between man and holy God, the wall of sin.
Many great people came, Plato, Socrates, many great people came, many prophets came, but none of them could break the wall of partition of sin from man. At that time, God himself became man in the form of Jesus Christ. He took the punishment of sin upon himself and broke open the way and opened the barrier for us. Now we can go straight to God. So the second thing God has done for us, he has broken down the wall of partition. He paid the price for our sins. He suffered for our sin and opened the door for us. നമ്മൾക്ക് വേണ്ടി കഷ്ടതകൾ സഹിച്ച്, നമ്മൾക്ക് വേണ്ടി പ്രയാസങ്ങൾ സഹിച്ച് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നു. അതാണ് രണ്ടാമത്തേത്. ഇനി മൂന്നാമത്തേത്, വാട്ട് ഈസ് ദ തേർഡ് തിങ്? അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും. അതിന്റെ മുകളിൽ ഒരു വാക്യം വിട്ടുപോയി. അവൻ ഇരുവൃക്ഷത്തെയും ഒന്നാക്കി പുതുമനുഷ്യനെ സൃഷ്ടിച്ചതാ. വായിച്ചാട്ട് 14 വായിക്കും. പക്ഷെ അത് 13 മുതൽ 13-14 വായിക്കും. വായിച്ചാട്ട്. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായി ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു പുതു മനുഷ്യനെ സൃഷ്ടിച്ചു. ആദാമിൽ കൂടെ നഷ്ടപ്പെട്ടു പോയ ബന്ധം ദൈവം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്തത്? നമ്മിൽ ഒരു പുതിയ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അതാണ് വീണ്ടും ജനിക്കുക. നമ്മൾക്ക് ദൈവത്തിൻ്റെ കുടുംബത്തിൽ ജനിപ്പാൻ പുതു മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചു. ഒന്ന്, ദൈവം ആരെന്ന് തിരിച്ചറിയുവാൻ അവരുടെ കണ്ണ് തുറന്നു. ദൈവം ആരെന്ന് നമുക്ക് മനസ്സിലായി. രണ്ട്, ദൈവവും മനുഷ്യനുമായുള്ള വേർപാടിൻ്റെ നടിച്ചുവരെ അവർ ഇടിച്ചു തീർന്നു. മൂന്നാമത്, നമ്മിലൊരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ദൈവത്തോട് നിരപ്പാക്കുന്നത്. ഒരു പുതു മനുഷ്യന് കഴിഞ്ഞ ദിവസം വീണ്ടും ജനനത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് ആദ്യത്തെ ക്ലാസ്സുകളിൽ സംസാരിച്ചതാണ്. ഒരു ഫീലിംഗ്, ഒരു തോന്നലുണ്ടായാൽ കാര്യം നടക്കയില്ല. ഒരു പുതു മനുഷ്യൻ നമ്മൾ എന്ത് ചെയ്യണം? ജനിക്കപ്പെടണം. വചനമാകുന്ന ക്രിസ്തു നമ്മിൽ വന്ന് ജനിക്കപ്പെടണം. അപ്പോൾ നമ്മിലൊരു പുതു മനുഷ്യനെ കർത്താവ് ജനിപ്പിച്ചു. We read there from 14 onwards, he created a new man in us and reconciled us. First, he opened our eyes to know the true God. Number 2, he opened the way for us. Number 3, he created a new man in us. നമ്മിൽ ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇനി അതിന്റെ കീപ്പോട്ട് വായിച്ചാൽ, അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. നാം ഇപ്പോൾ പിന്നെ നമ്മൾക്ക് ലഭിച്ചത് എന്താണ്? ദൈവത്തിന്റെ ഭവനക്കാരാകുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. ഒന്ന്, നാം ദൈവത്തെ തിരിച്ചറിയത്തക്കൊണ്ട് നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. രണ്ടാമത്, നമ്മുടെ മധ്യേ ഉണ്ടായിരുന്ന വേർപാടിന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു. മൂന്നാമത്, നമ്മിലൊരു പുതിയ ജനനമുണ്ടാകുവാൻ ദൈവം കൃപ ചെയ്തു. നാലാമത്, നമ്മെ അവൻ്റെ കുടുംബക്കാരാക്കി തീർത്തു. നമ്മെ അവൻ്റെ കുടുംബക്കാരാക്കി തീർത്തത് എങ്ങനെയാണ്? അവൻ്റെ കുടുംബത്തിൽ ജനിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. എല്ലാ ദൈവമക്കളും ശ്രദ്ധിക്കണേ. നമ്മൾ പലപ്പോഴും ചിലർ ചിന്തിക്കുന്നത്, ഞാൻ കർത്താവിൽ വന്ന് എനിക്ക് എന്തോ കിട്ടി. ചില കർത്താവിൻ്റെ ദാസന്മാരും ഇങ്ങനെയാണ് ചിന്തിക്കാറോ, ഞാൻ കർത്താവിനെ ഇറങ്ങി തിരിച്ചിട്ട് ഇന്നാരൊക്കെ വലിയ വലിയ വീടൊക്കെ വെച്ചു, വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പണിച്ചു, കാറൊക്കെ വാങ്ങിച്ചു, ഇതൊക്കെയായി എനിക്കെന്തോ കിട്ടി, ഞാൻ ഇന്നും പഴയ പട്ടിണി കിടക്കുന്നു. ചില കർത്താവിൻ്റെ ദാസന്മാർ പോലും അങ്ങനെ ചിന്തിക്കാറുണ്ട്. ചില ദൈവമക്കളും ചിന്തിക്കാറുണ്ട്.
ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വന്നിട്ട് എനിക്ക് എന്തുവാ കിട്ടിയത്? ഇന്നും ആ പഴയ ചെരുപ്പും ഇന്നും ആ പഴയ പുൽക്കെട്ടിടവും ഇന്നും ഒരു നേരം പോലും ശരിയായിട്ട് ആഹാരവും ഇല്ല, ഇന്നും പട്ടിണി തന്നെ. പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ കുടുംബത്തിൽ ജനിക്കുവാൻ ലഭിച്ച ഭാഗ്യത്തിന് തുല്യമായി ഈ ലോകത്തിൽ വേറൊന്നുമില്ല. ദൈവത്തിൻ്റെ കുടുംബത്തിൽ ജനിക്കുവാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചെങ്കിൽ അതിൽ വലിയ സ്ഥാനം ഈ ലോകത്തിൽ ഒന്നുമില്ല. പ്രസിഡന്റ് ബുഷിനേക്കാൾ എത്ര ഉയർന്ന സ്ഥാനമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെക്കാളും എത്രയോ വലിയ സ്ഥാനമാണ്. ഞാൻ ദൈവത്തിൻ്റെ കുടുംബത്തിൽ ജനിച്ചവനാണ്, ഞാൻ ദൈവത്തിൻ്റെ കുടുംബക്കാരനാണ്. ഹല്ലേലൂയ. ഈ കാര്യം വാസ്തവമായി ഓർക്കണം. ദൈവത്തിൻ്റെ കുടുംബക്കാരനാണെന്ന് എന്താണ്? ആത്മാവ് തന്നെ നമ്മളോട് സാക്ഷ്യം പറയുകയാണ് നാം ദൈവമക്കളാണെന്ന്. വായിച്ച റോമാലേഖനം 8-ാം അധ്യായം എടുത്താട്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 16-17 വായിച്ചാട്ട്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന ആത്മാവ് താനും നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം ദൈവത്തിന്റെ മക്കളാണെന്ന ആത്മാവ് തന്നെ നമ്മളോട് എന്ത് പറയുന്നു? സാക്ഷ്യം പറയുക എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്താ സാക്ഷ്യം പറയുന്നത്? സഹോദര സഹോദരി, നിന്നിൽ ഒരു ദൈവത്തിൻ്റെ രൂപം ജനിച്ചിട്ടുണ്ട്, നിന്നിൽ ഒരകത്തെ മനുഷ്യൻ ജനിച്ചിട്ടുണ്ട്. അത് എവിടുത്തുകാരനാണ്? സ്വർഗീയനാണ്. അപ്പോൾ ജനനത്താൽ നാം ദൈവത്തിൻ്റെ കുടുംബത്തിൽ ജനിക്കപ്പെട്ടവരാണ്. ജനനത്താൽ നാം ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗങ്ങളായി തീരുവാനുള്ള ഭാഗ്യം തന്നു. എത്ര പാവപ്പെട്ടവനായാലും എത്ര പഠിപ്പില്ലാത്തവനെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗമാണ് എന്നുള്ളതായ ഓർമ്മ, ആ യാഥാർത്ഥ്യം നിനക്കെന്ന് മനസ്സിലാകുമെങ്കിൽ അതിൽ കൂടുതലൊന്നും വേറെ അനുഗ്രഹങ്ങളൊന്നുമില്ല. ഞാൻ ദൈവത്തിൻ്റെ കുടുംബക്കാരനാണ്. ദൈവത്തിൻ്റെ കുടുംബത്തിൽ ജനിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഒരു പക്ഷേ ഒരു നേരം പോലും ആഹാരം പൂർണ്ണമായി കഴിക്കാനില്ലായിരിക്കും. ഈ മഴക്കാലത്ത് ഒരു കുട പോലും മേടിക്കാനില്ലായിരിക്കും. ഒരു മുണ്ട് മാത്രമേ ഉള്ളായിരിക്കും, ചെരുപ്പില്ലായിരിക്കും. എന്നാലും വീണ്ടും ജനിച്ചവനാണെങ്കിൽ നീ ദൈവത്തിൻ്റെ കുടുംബക്കാരനാണ്. ഇതൊരു സത്യമാണ്. ആത്മാവ് സാക്ഷ്യം പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ കുടുംബക്കാരനാണ്. എൻ്റെ പിതാവ് വസിക്കുന്നു. ഞാൻ ഒരു ദിവസം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും. ഈ ലോകത്തിലുള്ളതെല്ലാം താൽക്കാലികം, വെള്ളത്തിലെ കുമിള പോലെ മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിലെ മോടികളും ധനവും എല്ലാം വെള്ളത്തിലെ വെറും കുമിള പോലെ ഇന്ന് കാണുന്നു. മനുഷ്യൻ്റെ സകല മഹിമയും പുല്ലിലെ പൂ പോലെയാകുന്നു. ഇന്ന് കാണുന്നു, നാളെ കാണുന്നില്ല. എന്നാൽ പ്രിയ ദൈവപൈതലേ, നിനക്ക് ദൈവത്തിൻ്റെ ഭവനത്തിൽ അംഗമായി തീരുവാൻ ഭാഗ്യം ലഭിച്ചുവെങ്കിൽ അതിൽ വലിയ അനുഗ്രഹം വേറൊന്നുമില്ല. അതുകൊണ്ട് നീ പറയുകയാണ് എനിക്ക് ഇത് കിട്ടിയില്ല, എനിക്ക് അത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് നിൻ്റെ അറിവുകേട് കൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്. ഈ ലോകത്തിൽ നിനക്കൊന്നുമില്ല എങ്കിലും നിൻ്റെ ഹൃദയത്തിലൊരു പ്രത്യാശ, ഞാൻ ദൈവത്തിൻ്റെ കുടുംബക്കാരനാണ്, ഞാൻ ദൈവത്തിൻ്റെ കുടുംബത്തിൽ ജനിച്ചവനാണ്, എൻ്റെ ഉള്ളിൽ ഒരു പുതുമനുഷ്യനുണ്ട്, ആ പുതുമനുഷ്യൻ ദൈവത്താൽ ജനിക്കപ്പെട്ടവനാണ് എന്ന ആത്മാവ് എപ്പോഴും സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളിവിടെ അന്യരും പരദേശികളുമായിരിക്കുക. എങ്ങനെയാണ് നമ്മൾ അന്യരും പരദേശികളുമായി തീർന്നത്? നമ്മൾ ജനിക്കപ്പെട്ട ആൾ ഈ ലോകത്തിലെ അല്ല. അതെവിടത്തെയാണ്? സ്വർലോകത്തിലെ. അതുകൊണ്ട് നാം ഈ ലോകത്തിലെ അല്ല. ശാരീരികമായി നാം ഈ ലോകത്തിലാണ്. നമ്മൾ അകത്തുള്ള പുതുമനുഷ്യനെ എവിടത്തെയാണ്? അതുകൊണ്ട് അവിടെ ചെല്ലുന്നത് വരെ നമ്മൾ ആരാണ്? പരദേശികളാണ്, അന്യരും പരദേശി. ഈ ലോകത്തിൽ നാം അന്യരും പരദേശി. അതുകൊണ്ട് നമ്മളിലൊരു പുതുമനുഷ്യനെ ജനിപ്പിച്ച് ദൈവം എന്താക്കി തീർക്കുക? അന്യരും പരദേശികളും. നിൻ്റെ അകത്തെ മനുഷ്യൻ പറയുന്നത് സ്വന്തം നാട്ടിലേക്ക് പോകണമെന്ന്.
നാം എന്താ പറയുന്നത്? പുറത്തെ മനുഷ്യൻ പറയുന്ന ഇവിടെ തന്നെ ഇരിക്കാമെന്ന, ഇവിടെ തന്നെ ഇരിക്കുക. ഈ രണ്ടും കൂടെയുള്ള പിടിയും വലിയ. അകത്തെ മനുഷ്യൻ പോകുന്നു, എവിടേക്ക് പോകണം? മുകളിലോട്ട് പോകണം. പുറത്തെ മനുഷ്യൻ എന്താ പറയുന്നത്? ഇവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ പുറത്തെ മനുഷ്യൻ എത്ര പറഞ്ഞാലും 60, 80, 100, 120 വയസ്സായി കഴിയുമ്പോഴത്തേക്ക് തന്നെത്താനെ പറയും ഒക്കുകയില്ല, ഇവിടെ നിൽക്കാൻ ഒക്കുകയില്ല. പുറത്തെ മനുഷ്യനും പറയും എന്നെ പെട്ടിക്കകത്ത് കൊണ്ടുപോയി കുഴിച്ചിടത്തേ ഉള്ളൂ, എനിക്കിവിടെ നിൽക്കാൻ ഒക്കുകയില്ല എന്ന് കൈ പൊക്കി പറയുകയും ഇവിടെ നിന്ന് പോകേണ്ടി വരികയും ചെയ്യും. ആയാൽ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നത്, നിങ്ങൾ എത്ര പാവപ്പെട്ടവരാണെങ്കിലും ദൈവത്തിൻ്റെ കുടുംബക്കാരനാണ് എന്നുള്ളതായ ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ആ കാര്യം നിങ്ങളുടെ ഓർമ്മയിലിരുന്നാൽ സന്തോഷം കൊണ്ട് നിറയുവാനിടയാകും. See, the greatest thing God has given to us is He has given us the privilege to be born in the family of God. You may be a poor man. You may not be having enough clothes. You be a very poor man. But yet, if you got the privilege to be born in the family of God, that is the greatest blessing you can have. All the wealth of this world is just like bubbles on the water. Just like flower of the grass, what you see today, and when the wind blows, it's blown away and it's not there at all. So, if God has given you the grace to be born in His family, then we are the most blessed people. In Romans chapter 8, verse 16 and 17 we read, Romans 8, 16 and 17 we read, the Spirit itself beareth witness our spirit that we are the children of God. And if children, then heirs, heirs of God, and joint heirs with Christ, if so that we suffer with Him, that we may also be glorified together. So the Spirit in us tells us, a man is born in you, an inner man is born in you. When you accepted Jesus Christ, an inner man is born in you, and you got the privilege to be born in the family of God. You may be a poor man. You may not be having a house. You may not be able to eat 2 meals a day. You may not be able to eat even 1 complete meal a day. You may not be having a chapel. You may not be having a shoe. But beloved, if you are born in the family of God, what a great blessing it is. I am in the family of God. I am in the family of God. ഞാൻ ദൈവത്തിൻ്റെ ഭവനക്കാരൻ. I am in the family of God. When you are in the family of God, what a greatest blessing it is. Heavenly Father is your all in all. You are born in the family. So you are above all the rich people of the world. All the riches is just like bubbles on the grass. Today we see, tomorrow it is not there. It is only for a short while. So, but if we are born in the family of God, it is an eternal blessing. ദൈവത്തിൻ്റെ കുടുംബക്കാരനായി തീരുക എന്ന പദവി എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന പദവിയാണ്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ കുടുംബക്കാരനായി മാത്രമല്ല, ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അംഗവുമായി തീരുവാനുള്ള ഭാഗ്യവും നമുക്ക് ലഭിച്ചു. അപ്പോൾ എത്രമാത്രം ഉയർന്ന പദവിയാണ് നമുക്ക് ലഭിച്ചത്. യേശുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീരുക. റോമാലേഖനം 12:5 വായിച്ചാട്ട്. അതുപോലെ 12:5 അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ഹല്ലേലൂയ. ഒരു ശരീരം, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീരുക. ആരെങ്കിലും ഒരു സഹോദരന്മാർ ഇങ്ങോട്ട് വന്നാൽ, ഒരാൾ ഇങ്ങോട്ട് വന്നാൽ, ആരെങ്കിലും ഒരാൾ വന്നാൽ. ഈ പ്രിയ സഹോദരൻ പാസ്റ്റർ മാത്യൂസ്, ഇപ്പം ഞാൻ ക്രിസ്തുവാണെന്ന് വിചാരിച്ചാൽ, അല്പനേരത്തേക്കാൻ ചിന്തിച്ചാൽ, ഇതെൻ്റെ വിരൽ, എൻ്റെ വിരലാണ്. മാത്യു സഹോദരൻ്റെയും കൈക്കൊരു വിരലുണ്ട്. ഇപ്പോൾ ഈ കൈയുടെ വിരൽ എൻ്റെ വിരലായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി ഇങ്ങനെ പിടിച്ചാൽ മതിയോ? പിടിച്ചാൽ ഒക്കുമോ? ഒക്കുമോ? ഈ വിരൽ എൻ്റെ വിരലായി തീരണമെങ്കിൽ എന്തായി തീരണം?
ഈ വിരൽ ഇവിടുന്ന് കണ്ടിച്ച് എന്ത് ചെയ്യണം? ഇവിടെ വയ്ക്കണം. അപ്പോഴാണ് എൻ്റെ വിരലായിത്തീരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് മാത്യു സഹോദരനാണ്. ഈ വിരൽ കണ്ടിച്ചു വെച്ചപ്പോൾ ഇത് ആരായി? മാത്യു സഹോദരൻ. ഇപ്പോൾ ഈ വിരൽ കണ്ടിച്ചായിട്ട് വെച്ച അപ്പോൾ ഈ വിരൽ ഇപ്പോൾ ആരാണ്? മാത്യു സഹോദരൻ. വേറൊരു സഹോദരൻ വന്നാട്ട്, ആരെങ്കിലും ഒരാൾ വന്നാട്ട്. ക്ഷമണി, ഇദ്ദേഹം കർത്താവിൻ്റെ ദാസൻ TM ജോണാണ്. ഒരു മിനിറ്റ് നേരത്തേക്ക് ഇദ്ദേഹത്തെ സാത്താനായിട്ട് അങ്ങ് ചിന്തിച്ചാട്ട്. ഒരു മിനിറ്റ് നേരത്തേക്ക്. അപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, ഈ വിരൽ ആരാണ്? മാത്യു സഹോദരൻ. ഈ വിരൽ ചെന്ന് ഇദ്ദേഹത്തെ തൊടുമ്പോൾ ഇദ്ദേഹം ആരാ ഇദ്ദേഹത്തെ തൊടുന്നെന്ന് വിചാരിക്കുന്നത്? മാത്യു സഹോദരൻ തൊടുന്നെന്ന് വിചാരിക്കുന്നു, അതോ ഞാൻ ദൈവമാണ്? ആരാ തൊടുന്നത്? ദൈവം തൊടുന്നു എന്നല്ലേ വിചാരിക്കുന്നത്? മനസ്സിലായി ഞാൻ പറഞ്ഞത്? എത്ര പേർക്കത് മനസ്സിലായി? ഈ വിരൽ കണ്ടിച്ച്, മാത്യു സഹോദരൻ്റെ വിരൽ കണ്ടിച്ച് വന്ന് ഇത് കരുവിളയെന്ന് തൊടുകയാണെങ്കിൽ ഈ സാത്താൻ വിചാരിക്കുന്ന ആര് വന്ന് തൊടുന്നു എന്നാണ്? ദൈവം വരുന്നു എന്നെ തൊടുവാൻ. അതെത്ര ഉന്നതമായ പദവിയാണ്. അപ്പോൾ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന പോയിരുന്നാൽ ഇവിടെ ഇടുന്നാൽ കർത്താവ് തന്നിരിക്കുന്നതായ പദവി എത്ര വലിയ പദവിയാണ്. അപ്പോൾ ഈ വിരൽ മാത്യു സഹോദരൻ്റെ, ഇത് വേറൊരു സഹോദരൻ്റെ, ഇത് വേറൊരു സഹോദരൻ. അങ്ങനെ ഇപ്പം 4-5 സഹോദരന്മാരാണെന്ന് വിചാരിച്ചാട്ട് ഈ 5 പേർക്ക് എത്ര വയറാ ഉള്ളത്? എത്ര ഉദരമാ ഉള്ളത്? എത്ര ഉള്ളത്? ഒരു ഉദരമേ ഉള്ളൂ. അപ്പോൾ മാത്യു സഹോദരൻ പറയാൻ വേണ്ട എനിക്ക് എൻ്റെ വയറ് കിട്ടിയേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. മാത്യു സഹോദരൻ വേണ്ടി ചിന്തിക്കുകയാണ്, എൻ്റെ വയർ എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ഈ വിരലിനൊരു വയർ വേറെ ഉണ്ടാക്കാൻ ഒക്കുമോ? മാത്യു സഹോദരൻ്റെ ഒരു വയറ്, പിന്നെ വേറെ തോമാച്ചൻ്റെ ഒരു വയറ്, പിന്നെ ചാക്കോച്ചൻ്റേത്, വർഗീസ് സഹോദരൻ. അപ്പം 4 വിരൽ 4 സഹോദരന്മാരുടെ വയറായി കഴിഞ്ഞാൽ കാര്യം വല്ലതും നടക്കും? 4 പേർക്കും കൂടി അല്ലെ 10 പേരും കൂടി ഒരു വയറേ ഉള്ളൂ. മാത്യു സഹോദരന് വയറിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, ആവശ്യമുള്ള രക്തം അവിടെ കിട്ടും. ആഹാരം പാചകം ചെയ്ത് രക്തമായി ഒരുക്കി മാത്യു സഹോദരൻ അവിടെ കൊണ്ടു കൊടുക്കും. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവ് നിങ്ങൾക്ക് വേണ്ടതെന്തെന്ന് അറിയുന്നത്. നമ്മൾ പറയുന്നത് എന്താ? വേണ്ട എൻ്റെ സാധനം എനിക്ക് തന്നേച്ചാൽ മതി, ഞാൻ തന്നെ പാചകം ചെയ്ത് രക്തമാക്കി കഴിച്ചോളാം. നമ്മളങ്ങനെയല്ലേ പറയുന്നത്? ഓ വേണ്ട കർത്താവ്, എനിക്കുള്ളത് എനിക്കുള്ളത് ഇനി തന്നേര്. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് ആരറിയുന്നു? നിങ്ങളുടെ പിതാവ്. ഈ വിരൽ ചിന്തിക്കുകയാണോ എവിടുന്ന് ആഹാരം വരുമെന്ന്? ഈ വിരലിന് വിശക്കുന്നുണ്ടോ? പറഞ്ഞാൽ സമയത്തിന് രക്തം കിട്ടിയില്ല, തളർച്ച തോന്നും, വിശപ്പ് ഇവിടാ പോയിരുന്ന. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എത്ര സുരക്ഷിതമാണ്, എത്ര സുരക്ഷിതമാണ്. പലപ്പോഴും ഇത് മനസ്സിലാക്കാതാണ് നാം എന്തു ചെയ്യുന്നത്? ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതം ഇത്ര സുരക്ഷിത ജീവിതമായിരിക്കുമ്പോൾ നാം പലപ്പോഴും ഇത് മനസ്സിലാക്കാതെ ഭാരപ്പെട്ട് അയ്യോ കർത്താവേ ഞാൻ തന്നെയുള്ളൂ, എന്നെ ആരുണ്ട്? നമ്മളൊരു ശരീരത്തിൻ്റെ അംഗമായിരിക്കുകയാണ്. ഈ ശരീരത്തിൽ ഈച്ച കുത്തുന്നു, അല്ലെ കൊതുക് വന്ന് കടിക്കുന്നു. പറഞ്ഞാൽ കൊതുന്ന് വടിക്കുന്നുണ്ടെ ഈ വിരൽ ചെന്ന് പറയുകയാണോ, എൻ്റെ കൊതുക് കുത്തുന്ന ഇത്ര നേരം കൊതുക് കുത്തിയണെങ്കിൽ എൻ്റെ കാര്യം എന്താ ഒന്നും ചിന്തിക്കാത്തതെന്ന് പറയേണ്ടി വരുന്നുണ്ടോ? നമ്മളങ്ങനെ എന്നെ എത്ര നേരം കൊണ്ട് കൊതുക് കുത്തുക, എന്നെ കൊതുക് കുത്തിക്കൊണ്ടിരിക്കുക. അവിടുന്ന് അങ്ങേക്ക് ഇതിനെക്കുറിച്ച് നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയൊക്കെ കേട്ടാൽ, കർത്താവേ ഈ 1 മാസമായിട്ട് എന്നെ കൊതുക് കുത്തിക്കൊണ്ടിരിക്കുക,
ഞാൻ പട്ടിണി കിടന്ന് നിന്നോട് പറയുക, കർത്താവേ എന്നെ കൊതുക് കുത്തുന്നു. സഹോദരാ, കൊതുക് വന്ന് തൊട്ടപ്പോൾ തന്നെ തലയ്ക്ക് മനസ്സിലായി കൊതുക് വന്നെന്ന്. മനസ്സിലായോ ഇല്ലയോ? പറഞ്ഞാട്ട് അതാ പറഞ്ഞത്. നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവ് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 25 മുതൽ എഴുതിക്കുന്നത്, നിങ്ങളുടെ സകലതും അവൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. ഒരു ചെറിയ കൊതുക് കുത്തിയാൽ അതിൻ്റെ കാര്യം നല്ലവണ്ണം നമ്മുടെ വലിയവനായ ദൈവം അറിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇതാണ് വാസ്തവമായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കൈക്ക് തണുപ്പ് പറ്റിയാൽ ഉടനെ കമ്പിളിക്ക് വേണ്ടി ഈ കൈയൊന്നും ഓടിപ്പോകണ്ട. കമ്പിളിക്ക് തല പോയി ക്രമീകരണം ചെയ്യും. ഈ വിരൽ ചെയ്യേണ്ടത് എന്താ? പറയുന്ന കാര്യം അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഈ വടി എടുക്കണമെന്ന് പറഞ്ഞാൽ അതങ്ങ് എടുത്തേച്ചാൽ മതി. എഴുതണമെന്ന് പറഞ്ഞാൽ അങ്ങ് എഴുതിയേച്ചാൽ മതി. മറ്റത് എവിടുന്ന് ആഹാരം വരും, എവിടുന്ന് ഇത് തരും, എന്നെ ആര് സൂക്ഷിക്കുമെന്നൊന്നും ചിന്തിക്കാതിരിപ്പാൻ. അതാണ് അത്ര വലിയ രക്ഷയാണ്, അത്ര വലിയ അനുഗ്രഹമാണ് നമ്മുടെ കർത്താവ് നമ്മൾക്ക് വേണ്ടി തന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് പലപ്പോഴും മനസ്സിലാക്കാതാണ് നാം വെറുതെ ഭാരപ്പെട്ട്, അയ്യോ കർത്താവേ, ഈ വിരലിരുന്ന് കരയുക, കർത്താവ് എത്ര നാൾ ഇതിലൊരു പരുവ് വന്നിരിക്കുക, എത്ര നാൾ സഹോദര പരുവ് വന്നെങ്കിൽ തലയ്ക്ക് ആ വേദന കൂടുതൽ തോന്നുന്നത്. ഹല്ലേലൂയ. അഥവാ ഇതിനൊന്നും മുറിവ് പറ്റിയാൽ ആ തല തന്നെ മറ്റേ കൈകൾ കൊണ്ടുവന്ന് അതിനു വേണ്ടി വേണ്ടതെല്ലാം ചെയ്യും. ഇത്ര സുരക്ഷിതമാണ് ക്രിസ്തീയ ജീവിതം. ഞാൻ അനുഭവിക്കുന്നു. ഞങ്ങൾ ശത്രുക്കളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ തലയ്ക്ക് വേണ്ടി എത്ര പ്രാവശ്യം 15 ലക്ഷം, കേരളത്തിൽ തന്നെ 20 പേരൊരു 15 ലക്ഷം പറഞ്ഞതാണ്. 20 പേരിൽ 96-ൽ ചിന്മയാനന്ദ സ്വാമി അത് വന്ന് 10,000 പേരുമായിട്ട് 20 പേര് മാർച്ച് ചെയ്ത് വന്ന് പറഞ്ഞു, ഏമിശാമിൻ്റെ തല കൊണ്ടുവന്നവർക്ക് 15 ലക്ഷം, കൈ കൊണ്ടുവന്നാൽ 2 ലക്ഷം, കാല് കൊണ്ടുവന്നാൽ 2 ലക്ഷം, പരസ്യമായിട്ട് പറഞ്ഞതാണ്. കേരളത്തിൽ ജമ്മു കാശ്മീരിൽ എത്ര പ്രാവശ്യം മുസ്ലിങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഹിന്ദുക്കൾ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു, ഒന്നല്ല എത്ര പ്രാവശ്യം. എന്നിട്ട് ഇന്നും ഞാൻ ഒറ്റ പീസായിട്ട് നടക്കുക, ബോഡി ഗാർഡുമായിട്ടല്ല നടക്കുന്നത്. ഇന്നും പഞ്ചാബിലൊരു ഇറ്റലി സ്റ്റോക്ക് എത്ര പ്രാവശ്യം പറഞ്ഞു, എഴുതി തന്നിട്ട് എത്ര പ്രാവശ്യം. എന്നിട്ടും ഒരു ബോഡി ഗാർഡിന് വേണ്ടി, ഒരു പോലീസ് സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ന് വരെ പോയിട്ടില്ല. അവർക്ക് എനിക്ക് എഴുതി തന്ന എഴുത്തുകളൊക്കെ കൊണ്ട് പോലീസിനെ കൊണ്ട് കാണിച്ചിട്ടുമില്ല. സ്വർഗത്തിലെ പോലീസിനറിയാം ഈ വിരലിനെ സൂക്ഷിപ്പുകാരൻ ആരാണ്. ഞാൻ അവൻ്റെ ശരീരത്തിൻ്റെ ഒരു അംഗം മാത്രമാണ്. എനിക്ക് ചോറ് തേടി പോകണ്ട. എൻ്റെ സമയത്ത് രക്തം എന്തു ചെയ്യും? വരുമോ ഇല്ലയോ? ഈ ചെറിയ വിരലിന് പോലും രക്തം സമയത്ത് വരും. അത്രമാത്രം സുരക്ഷിതമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. എന്നാൽ നാം എന്തു ചെയ്യുന്നു? ഇത് മനസ്സിലാക്കാതെ പലപ്പോഴും ഭാരപ്പെട്ട്, അയ്യോ അവിടെ ചാടുന്നു ഇവിടെ ചാടുന്നു, ആ ഭാരപ്പെട്ട് അങ്ങ് വളരെ ഭയപ്പെടുന്നു. ആകയാൽ കർത്താവ് പറയും, അവൻ നമുക്ക് തന്ന ഭാഗ്യം എന്താണ്? അവൻ്റെ ശരീരത്തിൻ്റെ അംഗമായി തീരുവാൻ. കർത്താവേ, നീ എനിക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അതിനുവേണ്ടി ഒരുങ്ങണം. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ ഈ ശരീരത്തിൻ്റെ അംഗമായി തീരുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇന്ന് വൈകിട്ടത്തെ ക്ലാസ്സിന് പഠിപ്പിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് ശരീരത്തിൻ്റെ അംഗമായി തീരുന്നത്? അംഗമാകുവാൻ ഭാഗ്യം ലഭിച്ചു, എന്നാൽ ഇപ്പോഴും നമ്മൾക്ക് ആ പ്രത്യാശ നമ്മിൽ വരാത്തതിൻ്റെ കാരണം എന്താണ്? ആ ഉറപ്പ് നമ്മൾക്ക് എന്താണ് വരാത്തത് എന്നുള്ളത് കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ ഇന്ന് വൈകിട്ട് ആ കാര്യത്തെക്കുറിച്ച് പറയുന്നതായിരിക്കും. For the brothers, I'll be telling this thing later to you, to teach you these things. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾക്ക് നമ്മൾക്ക് കർത്താവ് ചെയ്ത കാര്യങ്ങളെ ഒന്ന് ഓർക്കാം. ഒന്ന്, ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകി. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അതുകൂടാതെ ദൈവവും മനുഷ്യനുമായി വേർപെടുന്ന ആ വേർപാട് നടിച്ചു വരെ അവൻ ഇടിച്ച് നമുക്ക് ദൈവത്തോട് അടുത്തു വരാനുള്ള വഴി തുറന്നു. രണ്ടാമത്, നമ്മിലൊരു പുതു മനുഷ്യനെ അവൻ സൃഷ്ടിച്ചു. നാലാമത്, അവൻ്റെ കുടുംബക്കാരാക്കി നമ്മളെ തീർത്തു. അഞ്ചാമത്, അവൻ്റെ ശരീരത്തിൻ്റെ
അംഗമാക്കി തീർത്തു. ഹല്ലേലൂയ. ഇതിൽ കൂടുതൽ അനുഗ്രഹം വല്ലതും ഉണ്ടോ സഹോദര? എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ അനുഗ്രഹം വല്ലതുമുണ്ടോ? ദൈവത്തിൻ്റെ കുടുംബക്കാരനാകുക, ശരീരത്തിൻ്റെ അംഗമായി തീരുക. ഇതിൽ കൂടുതൽ ഇപ്പം പക്ഷേ എൻ്റെ ബാഗിനകത്ത് പേഴ്സുണ്ട്, അതിനകത്ത് 200 രൂപയുണ്ട് വിചാരിച്ചാൽ. അപ്പം ഈ വിരൽ പറയുക എൻ്റെ ഓഹരി ഇഞ്ഞ് തന്നാട്ട്, 200 രൂപയിൽ എൻ്റെ ഓഹരി ഇഞ്ഞ് തന്നാട്ട്. അങ്ങനെ പറയുമോ ഈ വിരൽ? അത് പൊതുവകയാണ്. അത് ഈ വിരലിൻ്റെ എല്ലാ വിരലിൻ്റെ പൊതുവകയാണ്. ഹല്ലേലൂയ. അങ്ങനെ തല നമ്മൾക്ക് ആവശ്യമുള്ളത് എപ്പോഴും വേണ്ടത് നൽകിത്തരും. നമ്മുടെ വിരലിൻ്റെയോ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിന് എന്തെങ്കിലും കേട് പറ്റിയാൽ, ഉദാഹരണമായി ഈ വിരലിനൊരു ചതവ് പറ്റിയാൽ മറ്റു വിരലുകളെല്ലാം അതിനെ സഹായിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പം വിചാരിച്ചു ഈ വിരലിനൊരു ചതവ് പറ്റിക്കഴിഞ്ഞു, തല അതിനെക്കുറിച്ച് ചിന്തിക്കുമോ ഇല്ലയോ? എന്നാൽ നമ്മുടെ പരിപാടി എങ്ങനെയാണ്? ഓ, ദൈവത്തിനൊന്നും ഓർമ്മയൊന്നുമില്ല, എൻ്റെ ദൈവമേ ചതവ് പറ്റിയത് കണ്ടില്ലയോ, ഉപവാസം ഇരുന്ന് കരയുക, ഇത് കണ്ടില്ലയോ. സഹോദരൻ, നീ പറയേണ്ട ആവശ്യമില്ല. ചതവ് പറ്റുന്നതിന് മുൻപേ പറ്റിയപ്പോൾ തന്നെ വേദന മുഴുവൻ ഇവിടെ അറിയുന്നത്. ഹല്ലേലൂയ. ഒരു ചെറിയ വിരലിന് വേദന വന്നാൽ മറ്റേ വിരലും അറിയുമല്ലോ. അതുപോലെ പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എത്ര സൗഭാഗ്യമേറിയ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവെടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യൗസേപ്പിൻ ദൈവമേ കൂട്ടാളിയാണ്. സ്വന്തം സഹോദരർ തള്ളിക്കളയുമ്പോൾ യൗസേപ്പിൻ ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക. അന്ധകാരഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അന്ധകാരഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ, അഗ്നികുണ്ഡത്തിലോ സിംഹക്കുഴിയിലോ ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണ്. അഗ്നികുണ്ഡത്തിലോ സിംഹക്കുഴിയിലോ ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക.
മിത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാകണേ. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. ഹല്ലേലൂയ. കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായക ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ. ആനന്ദദായക കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റയേ. Hallelujah, 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 hallelujah. Praise the Lord, praise the Lord. Hallelujah, 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 hallelujah. ಸರ್ವಶಕ್ತನಾಗಿರುವಾನ ತಂದೆಯಾದ ದೇವರೇ, ನಿನ್ನ ನಾಮಕ್ಕೆ ಸ್ತೋತ್ರವನ್ನು ಮಾಡುವುದಾಗಿದ್ದೇವೆ ಸ್ವಾಮಿ. ಹೌದು ಕರ್ತನೇ, ಸುಂದರವಾದಂತಹ ದಿನದಲ್ಲಿ ನಿನ್ನ ಸಂಧಾನಕ್ಕೆ ನಮಗೆ ಬರುವಂತೆ ದೇವ ನಿಮ್ಮನ್ನು ಸ್ತುತಿಸುವಂತೆ ಮಹಿಮೆಪಡಿಸುವಂತೆ ದೇವರೇ ನಿನ್ನ ಕೃಪೆಯನ್ನು ಕೊಟ್ಟಿದ್ದಕ್ಕಾಗಿ ಅಪ್ಪ ನಾವು ನಿಮ್ಮನ್ನು ಸ್ತುತಿಸುವರಾಗಿದ್ದೇವೆ, ಕೊಂಡಾಡುವರಾಗಿದ್ದೇವೆ. ವಿಶೇಷವಾಗಿ ಸ್ವಾಮಿ ನಿನ್ನ ಭಕ್ತರ ಮೂಲಕವಾಗಿ ನಿನ್ನ ಶ್ರೇಷ್ಠವಾದಂತಹ ಕರ್ತನೆಯ ವಾಕ್ಯಗಳನ್ನು ನಾವು ಕಲಿಯುವಂತೆ ದೇವರೇ ನೀನು ಕೃಪೆಯನ್ನು ಕೊಟ್ಟಿದ್ದಕ್ಕಾಗಿ ನಾವು ನಿಮಗೆ ಕೋಟಿ ಕೋಟಿ ಸ್ತೋತ್ರಗಳನ್ನು ಸಲ್ಲಿಸುವರಾಗಿದ್ದೇವೆ. ಹೌದು ಸ್ವಾಮಿ, ಕರ್ತನೆ ಕ್ರಿಸ್ತನೆಂಬಂತಹ ಆ ಶಿರಸ್ಸೆಂಬಂತಹ ಸಭೆಯಲ್ಲಿ ಸ್ವಾಮಿ ನಮ್ಮನ್ನು ಸೇರುವಂತಹ ಭಾಗ್ಯವನ್ನು ದೇವರೇ ನೀನು ಕೊಟ್ಟಿದ್ದಕ್ಕಾಗಿ ಸ್ತೋತ್ರವನ್ನು ಮಾಡುತ್ತೇವೆ. ಅದಕ್ಕಾಗಿ ಸ್ವಾಮಿ ನಮ್ಮ ಕಣ್ಣುಗಳನ್ನು ದೇವಾಲಯ ತೆರೆದಿರುವುದಕ್ಕಾಗಿ ನಾವು ನಿಮ್ಮನ್ನು ಸ್ತುತಿಸುವರಾಗಿದ್ದೇವೆ. ಕರ್ತನೆ ಅಂಗೆ ಉಪದೇಶಗಳಾಗಿರುವಂತಹ ನಾವು ಸ್ವಾಮಿ ನಿನ್ನ ಸನ್ನಿಧಾನಕ್ಕೆ ಬಂದು ನಿನ್ನ ಅನ್ಯೋನ್ಯತೆಯಲ್ಲಿ ಸೇರುವಂತಹ ಒಂದು ಸೌಭಾಗ್ಯವನ್ನು ದೇವರೇ ನಮ್ಮ ಜೀವನದಲ್ಲಿ ನೀನು ಕೊಟ್ಟಿದ್ದಕ್ಕಾಗಿ ದೇವರೇ ನಮಗೆ ನಾವು ಸ್ತೋತ್ರವನ್ನು ಮಾಡುವರಾಗಿದ್ದೇವೆ. ಹಲ್ಲೆಲೂಯಾ. ಅನೇಕರಿಗೆ ಸಿಗದಂತಹ ಈ ಭಾಗ್ಯವು ನಮ್ಮ ಜೀವನದಲ್ಲಿ